വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവേശനോത്സവത്തിന്റെ ചാരുതയിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കം. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ 1ാം ക്ലാസ്സിലെത്തി. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് അവരെ മുൻനിരയിലെത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന് സമീപത്തെ മണ്ണിടിച്ചിലിന് താൽക്കാലിക പരിഹാരമായി. സ്ഥലത്ത് ഷീറ്റ് പൈലിംഗ് നടത്തി മണ്ണിട്ടതോടെ പാതയിൽ വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. നഗരപരിസരത്ത് വീണ്ടും വാഹനാപകടം. ടിപ്പർ ലോറി സ്വകാര്യ ബസിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ച് ഒരാൾക്ക് പരിക്ക്. 1965 പാലം നിർമ്മിച്ചത് 22,500 രൂപ ചെലവിൽ. പുതുക്കിപ്പണിയാൻ ചെലവ് 1.5 കോടി. കുത്തനൂർ കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം പുനർനിർമ്മാണത്തിന് സർക്കാർ 1.5 കോടി അനുവദിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് വർണ്ണാഭമായ പ്രവേശനോത്സവത്തോടെ തുടക്കം. 3 ലക്ഷത്തോളം കുരുന്നുകളാണ് ഇത്തവണ 1ാം ക്ലാസ്സിലെത്തിയത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് മേഖലകളിലായി 1 മുതൽ 10 വരെ ക്ലാസുകളിൽ 36 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂരിൽ നടന്നു. മധ്യവേനൽ അവധിക്ക് ശേഷം വീണ്ടും വിദ്യാലയങ്ങൾ തുറന്നു. കൊച്ചുകുട്ടികൾ എത്തി, മുതിർന്ന കുട്ടികൾ എത്തി, അധ്യാപകരും നാട്ടുകാരും ഒന്നടക്കമെത്തി. അങ്ങനെ സ്കൂൾ പ്രവേശനോത്സവം കളറായി. കാലം മാറി. ഇപ്പോൾ കുട്ടികൾ ഹാപ്പിയാണ്. ഒരു മടിയുമില്ലാത്ത കുട്ടികളായി മാറിയെന്നാണ് പൊതുവെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ വിലയിരുത്തൽ. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ കരച്ചിലാണ് കേൾക്കുന്നത്. വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ ദിവസം. പക്ഷെ ഇപ്പൊ കാലം മാറി, കുട്ടികളൊക്കെ തന്നെ ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? ആണോ? ഹാപ്പിയാണോ? നാട് കൈകോർത്തപ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ സ്കൂൾ പ്രവേശനോത്സവം അതിഗംഭീരമായി. വിപുലമായ ഒരുക്കങ്ങളാണ് പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങളിൽ ഒരുക്കിയത്. പ്രവേശനോത്സവം കൂടുതൽ മനോഹരമായ രീതിയിൽ കണ്ട ആവേശത്തിലാണ് കുട്ടികൾ. ഒപ്പം പൊതുവിദ്യാലയങ്ങളിലെ പഠന മികവിനെക്കുറിച്ചും വിദ്യാർത്ഥികൾ വിലയിരുത്തി. സബ് ജില്ലാ പ്രവേശനോത്സവം ഞങ്ങളുടെ UPS കീഴായൂർ സ്കൂളിൽ വെച്ചാണ് നടന്നത്. അതിഗംഭീരമായിട്ടാണ് നടന്നത്. ഞാൻ വന്നേ പിന്നെ ഏറ്റവും ഭംഗിയിൽ നടന്നൊരു പ്രവേശനോത്സവം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വളരെയധികം കൂടിച്ചേരാനും വളരെ ആഘോഷപൂർവ്വം നടത്തിയിരുന്നു. പിന്നെ ഇവിടുത്തെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗ്രാമപ്രദേശത്താണ് നിൽക്കുന്നത് ഈ സ്കൂൾ. എന്നിട്ടും ഇവിടെ ഉള്ള സൗകര്യങ്ങളാണ് ഏറ്റവും മുമ്പിൽ പറയുന്നത്. രക്ഷിതാക്കൾക്കും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. പൂർവ്വ വിദ്യാർത്ഥികൾ, PTA ഭാരവാഹികൾ, നാട്ടുകാർ എല്ലാവരും പ്രവേശനോത്സവം ഗംഭീരമായതിന്റെ സന്തോഷത്തിലാണ്. എല്ലാ വർഷത്തേക്കാളും ഗംഭീരമായി നടത്താൻ ഞങ്ങൾക്ക് സബ് ജില്ലാ പ്രവേശനോത്സവമായിരുന്നു. വളരെ ഗംഭീരമായി നടത്താൻ കഴിഞ്ഞു. പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം SMC PTA എല്ലാ അംഗങ്ങളുടെയും പിന്തുണയോടുകൂടി ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണത്തോടെ ഈ പ്രവേശനോത്സവം വളരെ ഗംഭീരമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എൻ്റെ മോൻ ഇവിടെ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒന്നിച്ച് ഒന്നായി ഒന്നാവാം എന്നതാണ് പുതിയ അധ്യയന വർഷത്തെ സന്ദേശം. ആ ഒരു അർത്ഥത്തിൽ അത്തരമൊരു കൂട്ടായ്മയാണ് പൊതുവിദ്യാലയങ്ങളിൽ കാണാനായത്. പൊതുവിദ്യാലയങ്ങളുടെ പഠന മികവും ഭൗതിക സാഹചര്യവും മെച്ചപ്പെട്ടതോടെ അക്ഷരമുറ്റത്തെത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടെന്നാണ് വിലയിരുത്തൽ. പുതിയ തലമുറയ്ക്ക് നല്ല സംസ്കാരവും അറിവും ഇനിയും പകർന്നു നൽകാൻ കഴിയട്ടെ ഇത്തരം വിദ്യാലയങ്ങൾക്ക്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് അവരെ മുൻനിരയിലെത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ഉമ്മണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായങ്ങളൊക്കെ അപ്പോൾ അതിൽ കുട്ടികളെ അന്വേഷിക്കാനുള്ള അത് വളർത്തിയെടുക്കണം. മനസ്സിൽ എന്ത് ചോദ്യം ചോദിക്കാനുള്ള കുട്ടികളെ അത് അവരെ കണ്ടുപിടിക്കാൻ, അവർക്ക് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കണം. എനിക്ക് കുട്ടികളോട് അഭ്യർത്ഥിക്കാനുള്ളതാണ്, നിങ്ങളുടെ പേരിൽ അധ്യാപകന്മാരെയും രാജ്യത്തിനെയും ജനങ്ങളെയും അറിയുന്ന രീതിയിൽ നിങ്ങൾ വളർന്നു വരണം. എ പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു.
VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിലായി 1002 സ്കൂളുകളാണുള്ളത്. കാലവർഷത്തോടനുബന്ധിച്ച് സ്കൂളുകളിലെ അപകട ഭീഷണി നേരിടുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനും മതിലുകൾ അറ്റകുറ്റപ്പണി നടത്താനും എല്ലാ പ്രധാന അധ്യാപകർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളതായി വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുഴൽമന്ദം ഉപജില്ല BRC തല പ്രവേശനോത്സവം പെരിങ്ങോട്ടുകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. 1 തൊട്ട് 4 വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ സ്കൂളിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടീച്ചേഴ്സിനെയാണ് നമ്മൾക്ക് ഈ സ്കൂളിലുള്ളത്. നല്ലൊരു വിദ്യാഭ്യാസമാണ് ഈ സ്കൂളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പെരിങ്ങോട്ടുകുറിശിയിലെ ഈ LP സ്കൂൾ കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു സ്കൂൾ കൂടിയാണ്. ഈ സ്കൂളിന്റെ വിജയം നമുക്ക് വളരെ വലുതാണ്. ഈ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഇനിയും വളരെ മുന്നോട്ട് പോവട്ടെ. അതിന് രക്ഷിതാക്കളുടെയും അതുപോലെ ടീച്ചേഴ്സിന്റെയും അതേപോലെ ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെയും സഹായവും ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വലിയ ഒരു വിദ്യാലയം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചാൽ കഴിയും. വാർഡ് മെമ്പർ MK കമലം അധ്യക്ഷത വഹിച്ചു. പ്രീ പ്രൈമറി സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P രമണി നിർവഹിച്ചു. കുഴൽമന്ദം AEO K വിക്ടർ ഡേവിഡ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം കുഴൽമന്ദം BRC R അഭിലാഷ് തച്ചക്കാട് നിർവഹിച്ചു. BRC ട്രെയിനർ ഡോക്ടർ S ജോഷി LSS വിജയികളെ അനുമോദിച്ചു. അധ്യാപക സംഘടനാ പ്രതിനിധികളായ സാജു ജോൺ, ബിജിൽ EB, VR അഭിലാഷ്, PTA പ്രസിഡന്റ് PV മുരളീധരൻ, SMC ചെയർമാൻ മുഹമ്മദ് ഇസ്മായിൽ, CRCC സൗമ്യ എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM ജ്യോതി സ്വാഗതവും SRG കൺവീനർ ആശ K നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ AISF സ്ഥാപിച്ച ബാനർ നശിപ്പിച്ചവർക്കെതിരെ പ്രതിഷേധം. ബാനർ നശിപ്പിച്ചത് DYFI പ്രവർത്തകരാണെന്നും ആരോപണം. DYFI പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം അപകടകരമാണെന്ന് AISF ജില്ലാ സെക്രട്ടറി TM സിദ്ധാർത്ഥ് പറഞ്ഞു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വിദ്യാലയങ്ങളിൽ നിന്നും തുടങ്ങണമെന്നാണ് AISF ജില്ലാ സെക്രട്ടറി TM സിദ്ധാർത്ഥ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFന്റെ നവാഗതർക്കുള്ള ബാനർ നശിപ്പിച്ച DYFI പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം അപകടകരമാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു. ബാനർ നശിപ്പിച്ചതിലുള്ള പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സിദ്ധാർത്ഥ്. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് അക്രമ രാഷ്ട്രീയം കുത്തിക്കയറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇവർ. ഇതിനെതിരെ ഇന്ത്യയിലെ ആദ്യത്തെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISF ശക്തമായി തന്നെ ഇവിടെ പ്രതികരിക്കും. ഇനി ഇവിടെ കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിറ്റ് തുടങ്ങാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾക്ക് SFIക്കാരുടെയോ DYFIക്കാരുടെയോ അനുവാദം ഇവിടെ ആവശ്യമില്ല. ഇവിടെ ശക്തമായി ഇനി യൂണിറ്റ് തുടരുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും. ഈ ബാനർ ഇന്ന് തന്നെ ഇവിടെ ശക്തമായി ഉയരും. കേരളശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ AISF പ്രവർത്തകർ സ്ഥാപിച്ച ബാനറാണ് നശിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബാനർ വീണ്ടും പുനഃസ്ഥാപിച്ചു. CPI ബ്രാഞ്ച് സെക്രട്ടറി ദേവദാസ്, ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ PG മുരളീധരൻ, മങ്കര CPI LC മെമ്പർമാരായ EP രാധാകൃഷ്ണൻ, സുഭാഷ് AK എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിന്മയ്ക്കെതിരെ നന്മമരം നട്ടും ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തും മണ്ണൂർ AUP സ്കൂളിലെ പ്രവേശനോത്സവം. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. കയ്യിൽ വരച്ച മരം പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം. കാരണം ഇന്നിന്റെ ലോകം ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നതിനപ്പുറം നമ്മളുടെ പ്രായത്തിന്റെ നമ്മൾ പഴയ ആളുകളെല്ലാം പറയും നിങ്ങളെക്കാൾ കൂടുതൽ ഓണം ഉണ്ടതാണ്, നിങ്ങളെക്കാൾ കൂടുതൽ പെരുന്നാൾ ഉണ്ടതാണ് എന്നെല്ലാം പറയുമെങ്കിലും അതെല്ലാം വാക്കുകളിൽ മാത്രം പ്രയോഗിക്കാൻ പറ്റിയ പദങ്ങളാണ്. PTA പ്രസിഡന്റ് N ഗണേഷ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ PK ബാലകൃഷ്ണൻ ആദരിച്ചു. തിന്മയ്ക്കെതിരെ നന്മയുടെ പ്രതീകമായ നന്മമരം നട്ടുകൊണ്ട് ലഹരിക്കെതിരെയുള്ള മണ്ണൂർ AUP സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് തുടക്കം കുറിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുകയും ബിഗ് ക്യാൻവാസിൽ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു. MPTA പ്രസിഡന്റ് ബിന്ദു, KR ദീപു, PK സദാശിവൻ എന്നിവർ സംസാരിച്ചു. HM TA ഷരീഫ സ്വാഗതവും KM അബ്ദുൽ ഹക്കീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 1965 പാലം നിർമ്മിക്കാൻ ചെലവ് 22,500 രൂപ. ഇന്ന് പുതുക്കി പണിയാൻ 1.5 കോടി. കുത്തന്നൂർ കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം പുതുക്കി പണിയുന്നതിന് സർക്കാർ 1.5 കോടി രൂപ അനുവദിച്ചു. പാലം അപകട ഭീഷണിയിലാണ് എന്ന ബോർഡ് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. യാഥാർത്ഥ്യമാകുന്നത്
പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യം. നവകേരള സദസ്സിൽ പി സുമോദ് MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ കോതമംഗലം പുളിനെല്ലി പാലത്തിന് 1.5 കോടി രൂപ വകയിരുത്തിയത്. 1965 സാമൂഹികക്ഷേമ വകുപ്പിന് കീഴിൽ മേക്കനാംകുളം പദ്ധതിക്ക് കീഴിൽ നിർമ്മിച്ച പാലം അന്നത്തെ സാമൂഹ്യക്ഷേമ ഡയറക്ടർ NES രാഘവാചാരിയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പാലത്തിന്റെ ശിലാഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. 60 വർഷം കാലപ്പഴക്കമുള്ള പാലം ബലക്ഷയം സംഭവിച്ചിട്ട് പതിറ്റാണ്ടുകളായി. പാലം അപകട ഭീഷണിയിലെന്ന ബോർഡ് സ്ഥാപിച്ചിട്ടും വർഷങ്ങളായി. കുത്തന്നൂർ, കോതമംഗലം, കോട്ടായി, പറളി റൂട്ടിൽ 3 ബസ് സർവീസാണ് നടത്തുന്നത്. മഴക്കാലങ്ങളിൽ വെള്ളം നിറയുന്നതിനെ തുടർന്ന് പ്രസ്തുത പാലത്തിലൂടെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. പാലം പുതുക്കി പണിയുമെന്ന ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിൽ മണ്ണിടിച്ചിലിനുണ്ടായ ഭാഗത്ത് ഷീറ്റ് പൈലിംഗ് ചെയ്ത് മണ്ണിട്ട് താൽക്കാലിക പരിഹാരമൊരുക്കി. ഇതോടെ പാതയിൽ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പാലത്തിന്റെ പടിഞ്ഞാറ് അപ്രോച്ച് റോഡിനോട് ചേർന്ന പാതയുടെ വടക്കുഭാഗത്ത് മണ്ണിടിഞ്ഞ പ്രശ്നത്തിനാണ് താൽക്കാലിക പരിഹാരമൊരുക്കിയത്. കട്ടിയുള്ള ഇരുമ്പ് ഷീറ്റുകൾ ഉറപ്പിച്ച് മണ്ണ് നിറച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ഇതോടെ പാതയിലെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. പുതിയ പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് പാലത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വാണിയംകുളം, കോതക്കുറിശി, വരോട്, മുരുക്കുംപറ്റ, മംഗലം വഴിയാണ് ഭാരമുള്ള വാഹനങ്ങൾ തിരിച്ചുവിട്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് വീണ്ടും വാഹനാപകടം. മണൽ കയറ്റി പോകുകയായിരുന്ന ടിപ്പർ ലോറി സ്വകാര്യ ബസ്സിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. ലോറിയിലുണ്ടായിരുന്ന യുവാവിന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. ഒറ്റപ്പാലം ടൗണിൽ ലക്ഷ്മി തിയേറ്ററിന് സമീപത്ത് വെച്ച് മണൽ കയറ്റി പോവുകയായിരുന്ന ലോറി മുന്നിൽ പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് പിറകിലും റോഡ് മുറിച്ചു കിടക്കുകയായിരുന്ന മറ്റൊരു വാഹനത്തിലുമാണ് ഇടിച്ചത്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന ബസ്സിന് പിന്നിലാണ് വാഹനമിടിച്ചത്. ലോറിയിലുണ്ടായിരുന്ന കുറ്റിപ്പുറം സ്വദേശി ഷംസുദ്ദീന് പരിക്കേറ്റു. ഷംസുദ്ദീന്റെ കാലിനാണ് പരിക്ക്, ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസമാണ് ഗതാഗതക്കുരുക്കിൽപ്പെട്ട ഇരുചക്രവാഹനത്തിന് പിറകിൽ ബസ് ഇടിച്ചതിനെ തുടർന്ന് തെറിച്ചുവീണ യുവതിയുടെ തലയിലൂടെ ബസ്സിന്റെ ചക്രങ്ങൾ കയറി ദാരുണാന്ത്യമുണ്ടായത്. ഒറ്റപ്പാലത്ത് പൊതുവെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഞാൻ ബ്രെഡിൻ്റെ സപ്ലൈ, മോഡേൺ ബ്രെഡ് സപ്ലൈ ആണ്. അപ്പോൾ ഞാൻ ചോയ്സിലേക്ക് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ തിരിയുന്ന സമയത്ത് ഈ മണൽ ലോറി അവിടുന്ന് ഹൈ സ്പീഡിൽ വരികയായിരുന്നു. കാരണം ഇവൻ്റെ മുമ്പിലും ഏകദേശം 2 മീറ്റർ അകലത്തിൽ ബസ്സുണ്ട്. പക്ഷേ ബസ് ലക്ഷ്യത്തിൽ നിന്ന് വണ്ടി തിരിയുമ്പോൾ അവർ സ്ലോ ആക്കി കൊടുക്കണമല്ലോ. പക്ഷേ ഇവരൊന്നും നോക്കാണ്ട് നേരെ വന്നിട്ട് ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു. ബസ്സിലേക്കും പകുതി തിരിയാൻ നിൽക്കുന്ന എനിക്ക് കൂടിയാണ് ഇടിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു ദൈവരക്ഷത്തിൽ നമ്മൾ രക്ഷപ്പെട്ടതാണ്. കാരണം മണൽ ലോറി ആകുമ്പോൾ അറിയാലോ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഈസ്റ്റ് ഒറ്റപ്പാലം സുബാത്തുൽ ഇസ്ലാം ജുമാഅത്ത് പള്ളിയിൽ നിന്നും ലക്ഷങ്ങൾ മോഷ്ടിച്ച് കടന്ന കേസിൽ നാട്ടുകാരനായ യുവാവ് മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിലായി. ഈസ്റ്റ് ഒറ്റപ്പാലം കാളന്തൊടിയിൽ 28 വയസ്സുള്ള അബൂബക്കറാണ് പിടിയിലായത്. മണ്ണാർക്കാട്ട് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ നടന്ന മോഷണത്തിൽ 6 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരുന്നു. ജുമാ മസ്ജിദിനുള്ളിലെ ഓഫീസിലുണ്ടായിരുന്ന അലമാരയിൽ സൂക്ഷിച്ച പണമാണ് മോഷ്ടാവ് കവർന്നത്. പള്ളി ഭാരവാഹികൾ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. മോഷണം നടന്ന ഓഫീസിലെ CCTV ക്യാമറ കണക്ഷൻ പ്രതി വിച്ഛേദിച്ചിരുന്നെങ്കിലും പള്ളിക്കുള്ളിലെ മറ്റ് ക്യാമറകളിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ വഴിത്തിരിവായി. പ്രതിക്കു വേണ്ടി വ്യാപകമായി തിരച്ചിൽ നടത്തി. ഒടുവിൽ മണ്ണാർക്കാട്ട് നിന്ന് പിടികൂടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാണിയംകുളം പഞ്ചായത്ത് ഭിന്നശേഷി സൗഹൃദ തദ്ദേശ ഭരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമവായം സംരക്ഷണം പങ്കാളിത്ത സർവേ നിർവഹിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ചടങ്ങ് P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം തീരുമാനിക്കുന്ന ജനോപകാരപ്രദമായ സാമൂഹ്യ സുരക്ഷിതത്വവും സാമൂഹ്യ ക്ഷേമവും വിദ്യാഭ്യാസവും ആരോഗ്യവും വികസനമായ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാന്യമായ ഗ്രാമപഞ്ചായത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ C സൂരജ്, P ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ VP പ്രകാശൻ, സുജിത് P രാജ്, KS മഞ്ജിമ, പഞ്ചായത്ത് സെക്രട്ടറി AK വിനോദ്, മനിശ്ശേരി അലൈഡ് മാനേജ്മെന്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ സരള, കില റിസോഴ്സ് പേഴ്സൺ K സന്ധ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
കവളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ ഷഷ്ടിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും അഖണ്ഡനാമജപവും നടന്നു. ക്ഷേത്രതന്ത്രി ശങ്കരനാരായണ ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഉച്ചയ്ക്ക് ഷഷ്ടിയൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് നിറമാലയുണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവേശനോത്സവത്തിന്റെ ചാരുതയിൽ പുത്തൻ അധ്യയന വർഷത്തിന് തുടക്കം. സംസ്ഥാനത്ത് 3 ലക്ഷത്തോളം കുരുന്നുകൾ 1ാം ക്ലാസ്സിലെത്തി. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള വിദ്യാർത്ഥികളുടെ ജീവിതാവസ്ഥ പരിശോധിച്ച് അവരെ മുൻനിരയിലെത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിനു സമീപത്തെ മണ്ണിടിച്ചിലിന് താൽക്കാലിക പരിഹാരമായി. സ്ഥലത്ത് ഷീറ്റ് പൈലിംഗ് നടത്തി മണ്ണിട്ടതോടെ പാതയിൽ വാഹന ഗതാഗതം പൂർവ്വസ്ഥിതിയിലായി. നഗരപരിസരത്ത് വീണ്ടും വാഹനാപകടം. ടിപ്പർ ലോറി സ്വകാര്യ ബസ്സിന് പിറകിലും മറ്റൊരു വാഹനത്തിലും ഇടിച്ച് ഒരാൾക്ക് പരിക്ക്. 1965 പാലം നിർമ്മിച്ചത് 22,500 രൂപ ചെലവിൽ. പുതുക്കിപ്പണിയാൻ ചെലവ് 1.5 കോടി. പുത്തനൂർ കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിനെല്ലിപ്പാലം പുനർനിർമ്മാണത്തിന് സർക്കാർ 1.5 കോടി അനുവദിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.